മിഥുന്റെ 8B എന്ന ക്ലാസ് മുറിയിലാണ് ഞാനുള്ളത്. അവിടെ ക്ലാസ് മുറിയിൽ ഈ ഭാഗത്താണ് അപകടമുണ്ടായ സ്ഥലം. അതൊക്കെ നമ്മൾ നേരത്തെ കാണിച്ചതുമാണ്. രണ്ട് കൂട്ടുകാർ, മിഥുന്റെ കൂടെ ഈ ക്ലാസ്സിൽ പഠിച്ച രണ്ട് കൂട്ടുകാരാണുള്ളത്. ഇവർ ആ സമയത്ത് മിഥുനൊപ്പം കളിക്കുന്ന കൂട്ടത്തിലുണ്ടായിരുന്നു. ഇവരോട് സംസാരിച്ചപ്പോൾ ആ കളി ഇവരുടെ കൂടെ ഉണ്ടായിരുന്ന ടീമിൽ പോലും മിഥുൻ ഇല്ലായിരുന്നു. നിങ്ങളുടെ കൂടെ കളിക്കാനേ ഇല്ലായിരുന്നു. ഇല്ലായിരുന്നു. ഞങ്ങളും ഇല്ലായിരുന്നു. ഞങ്ങള് ഇതിന് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. ഒരാളുടെ കൂട്ടുകാരൻ ആദിലിന്റെ ചെരുപ്പ് മേളിലേക്ക് വരുന്നത് കണ്ടിട്ട് അത് എടുക്കാൻ സഹായിക്കാൻ പോയതാണ്. സഹായിക്കാൻ ഫസ്റ്റ് ഈ ഫ്രണ്ടിലത്തെ കമ്പി കയറി പിടിക്കാൻ നോക്കി, കേറാൻ നോക്കി. ഞങ്ങള് കാലെ പിടിച്ച് വലിച്ച് താഴെ വെച്ചിട്ട് അവൻ ഓടി വന്ന് ഇതിലേ വന്ന്, ഞങ്ങൾ പുറകിലായിരുന്നു, ഞങ്ങൾക്ക് പിടിക്കാനൊക്കെ ഇല്ല. അവൻ ഓടി വന്ന് ഈ ഡെസ്ക് എടുത്തിട്ട് മണ്ട കയറി. അങ്ങനെ കയറി അവിടെ നിന്ന് ഇങ്ങനെ ഇവിടെ 5 എണ്ണം ഉണ്ടാണ്ട് ഇവിടെ 4 എണ്ണം ഉണ്ട്. അതുകൊണ്ട് അത്യാവശ്യം കയറാൻ പറ്റിയൊരു സ്ഥലം ഉണ്ടല്ലോ. അതുകൊണ്ട് അവനെ കയറി അങ്ങനെ സ്ലിപ്പായി വീണതാ. ഇത് ഫുട്ബോൾ കളിയായിരുന്നു? എന്തായാലും ഫുട്ബോൾ കളി. ഫുട്ബോൾ എന്ന് പറഞ്ഞാൽ സാധാ ഫുട്ബോൾ അല്ലല്ലോ. അല്ലല്ല, കുപ്പി വെച്ച് തട്ടി കളിക്കുന്നത്. കുപ്പി വെച്ച് തട്ടി കളിച്ച്. അപ്പൊ ഫ്രീ കിക്ക് എടുത്താണോ ചെരുപ്പ് പോയത്? ഫ്രീ കിക്ക് എടുക്കാനായത് കാല് ചെരുപ്പ് കടന്നായിരുന്നു. അടിക്കാനായത് ചെരുപ്പ് വഴുതി അങ്ങ് മണ്ടയ്ക്ക് വീണു. അപ്പം നിങ്ങള് കളിക്കുന്ന പ്ലേ ടൈം ആയിരുന്നു? രാവിലെ വന്ന ഉടനെ അവൻ മറ്റന്മാര് കളിക്കാൻ നേരത്തെ ഇതിന് ആ സമയത്ത് കളിക്കാനില്ലെങ്കിലും അവിടെ ചുമ്മാ നിങ്ങളുടെ കൂടെ വർത്താനൊക്കെ വന്നോണ്ടിരുന്നേ ഉള്ളൂ. വന്നിട്ട് അന്നേരം അവിടെ വീഴുന്ന കണ്ടോണ്ട്, അവിടെ വീണ് കിടക്കുന്ന കണ്ടോണ്ട് ആരുടെയാന്ന് ചോദിച്ച്. ഓ, അങ്ങനെയാണ്. അവൻ കളിക്കാനില്ലായിരുന്നു, ചെരുപ്പ് വീണ് കിടക്കുന്നത് കണ്ടിട്ട് ആരുടെയാണെന്ന് ചോദിച്ചെടുക്കാൻ വന്നതാണ്. അല്ലെ കൂട്ടുകാരനായിരുന്നു. അതിലവന്റെ കൂട്ടുകാരനായിരുന്നു. എന്നിട്ട് ഇതിലെ മുകളിലേക്ക് കയറി. ഇതിലെ മുകളിലേക്ക് കയറിയിട്ട് അപ്പൊ നിങ്ങളൊക്കെ നോക്കി നിൽക്കുവാണോ? ഇല്ല, ഞങ്ങളില്ല, പുറകിലായിരുന്നു. ഓടി എത്തിയതല്ലായിരുന്നു. ഇവിടെ ഓടി എത്തിയപ്പോ അപ്പഴത്തേനും വീണ് അനക്കൊന്നുമില്ല. ഞങ്ങള് മിഥുനെന്ന് വിളിച്ചിട്ട് അനക്കമില്ല. ലൈൻ കമ്പി കിടന്ന് കുലുങ്ങുമായിരുന്നു. അങ്ങനെ ഞങ്ങള് PT സാറിനെയും അദ്വൈത് സാറിനെയും ഒക്കെ അറിയിച്ച് അങ്ങനെ വന്ന് ഡെസ്ക് ഇട്ട് മേളിൽ കയറി എടുത്തു. PT സാറ് പൊളിച്ചത് അവിടെ 4 എണ്ണം ഉണ്ടായിരുന്നു. 2 എണ്ണം പൊളിച്ച് താഴെയിട്ട് കയറി. എന്നിട്ട് ബെഞ്ച് ബെഞ്ച് വെച്ചിട്ടാണെന്ന് തോന്നുന്നു അല്ലെ? തട്ടിയിട്ട് ബെഞ്ച് വെച്ച് ബെഞ്ച് ഇവിടുന്ന് എടുത്തോണ്ട് പോയി ബെഞ്ച് മേളിയിട്ടെ തട്ടിയിട്ടോ. അവനെ തട്ടി സൈഡിലോട്ട് ഇട്ടിട്ട് എടുത്തേ. അടിക്കൂടെ ഇങ്ങമ്പിയുടെ അടിക്കൂടെ എടുത്തേ. അതാണ് അരുൺ, ഈ ടീമിൽ പോലും നമ്മൾ നേരത്തെ പറഞ്ഞു അവൻ എത്രത്തോളം സഹായിയാണെന്ന് അവന്റെ ടീച്ചറോട്, സ്കൂൾ ബസ്സിൽ കൊണ്ടുപോകുന്ന ആന്റിയോടൊക്കെ സംസാരിച്ചപ്പോൾ അവ പറഞ്ഞിരുന്നു. ഈ ടീമിൽ പോലും ഇവർ കളിച്ച ആ ഫുട്ബോൾ ടീമിൽ, ഫുട്ബോൾ എന്ന് പറഞ്ഞാൽ ബോൾ മറ്റേ പ്ലാസ്റ്റിക് കുപ്പി വെച്ച് ഫുട്ബോൾ കളിക്കുന്നതായിരുന്നു. ആ ടീമിൽ പോലും അവനില്ല. അവൻ വീട്ടിൽ നിന്ന് സ്കൂളിലേക്ക് വരുന്ന സമയത്ത് അവന്റെ ഒരു കൂട്ടുകാരനായ മുഹമ്മദ് ആദിൽ എന്നു പേരുള്ള ആ കൂട്ടുകാരന്റെ ചെരുപ്പ് അവൻ ഫ്രീ കിക്ക് എടുത്തപ്പോ ഈ കാണുന്ന നമ്മൾ ഈ നിൽക്കുന്ന ഈ ഷീറ്റിന്റെ മുകളിലേക്ക് വീഴുന്നതാണ് ഇവൻ കാണുന്നത്, മിഥുൻ കാണുന്നത്. ആ കൂട്ടുകാരന്റെ ചെരുപ്പാണ് എന്ന് മനസ്സിലാക്കി ആ മിഥുൻ ഇതിനകത്തേക്ക് കയറി പോവുകയാണ്. നേരത്തെ തുടക്ക സമയത്ത് ഇവിടെ ഉണ്ടായിരുന്ന പലക പൊളിച്ച് കയറി എന്നൊക്കെ ചില ആളുകൾ തുടക്ക സമയത്തിൽ മാനേജ്മെന്റ് ആളുകൾ പറയുന്നുണ്ടായിരുന്നു. പക്ഷെ കുട്ടികളോട് സംസാരിക്കുമ്പോൾ മനസ്സിലാകുന്ന കാര്യം ഇവിടെ പലക ഉണ്ടായിരുന്നു. നേരത്തെ തന്നെ ഈ ഭാഗത്ത് പലക ഉണ്ടായിരുന്നു. അതിനിടയിൽ കൂടി അവൻ കൂട്ടുകാരന്റെ ചെരുപ്പെടുക്കാൻ വേണ്ടി കയറിപ്പോയതാണ്. കയറിപ്പോയ സമയത്താണ് അവൻ വീഴുന്നത്. ഇതാണ് അവന്റെ ക്ലാസ് മുറി. ഇതിലൂടെയാണ് അവൻ ഓടി വന്ന് അകത്തേക്ക് കയറിയത്. ആ സമയത്ത് അവന്റെ ഒരു മനസ്സ് നമുക്ക് സത്യം പറഞ്ഞാല് എന്താ പറയാ, അങ്ങനെ അത്ര ആളുകൾക്ക് വേണ്ടി അത്ര ഡെഡിക്കേറ്റഡ് ആയ, അവർക്ക് സഹായിക്കാൻ വേണ്ടി ഉണ്ടായിരുന്ന ആളാണ്. ഇതുവരെ വിചാരിച്ചിരുന്നത് അവർ കൂട്ടം കൂടി കളിച്ചുകൊണ്ടിരുന്ന സമയത്ത് പോയ ഒരു ചെരുപ്പ് കൂട്ടുകാരന്റെ എടുത്തു കൊടുത്തു. അങ്ങനെ അല്ല എന്നാണ് ആ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്ന കുട്ടികളിൽ നിന്ന് അവരോട് സംസാരിക്കുമ്പോൾ മനസ്സിലാക്കുന്നത്.